Now let's see sorting in data structures. Sorting refers to arranging data in a particular format, and a sorting algorithm specifies the way to arrange data in a particular order, whether it is in increasing order or decreasing order, whatever it is. And data searching can be optimized to a very high level if the data is stored in sorted manner. For example, telephone directory and dictionary. In telephone directory, it stores the telephone numbers of people sorted by the names so that the names can be easily searched. And in the case of a dictionary, the dictionary stores words in an alphabetical order so that the searching of any word becomes easy. അപ്പോൾ സോർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതൊരു ഡാറ്റ ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഏത് ഓർഡറിലാണ് അറേഞ്ച് ചെയ്യുന്നത് എന്നത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് എവിടെയാണ്, ഒരു സോർട്ടിങ് അൽഗോരിതത്തിൽ. ഓക്കെ, ഇത്തരത്തിൽ നമ്മൾ സോർട്ട് ചെയ്യുന്നതുകൊണ്ട് എന്താ ഗുണം, നമുക്ക് കുറച്ചുകൂടി ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് നമുക്കൊരു ഡാറ്റ സെർച്ചിങ് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ടെലിഫോൺ ഡയറക്ടറി ആയിക്കോട്ടെ, ഡിക്ഷണറി ആയിക്കോട്ടെ, നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിലൊരു പെർട്ടിക്കുലർ ഫോമാറ്റിൽ, ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ ഒരു ഡാറ്റയെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് സോർട്ടിങ് എന്ന് പറയുന്നത്. Then let's see some basic terminologies. First one, internal sort. When a set of data to be sorted is small enough such that the entire sorting can be performed in a computer's internal storage or primary memory, then the sorting is called internal sort. And external sorting means sorting of a large set of data which is stored in a low speed computer's external memory such as hard disk, magnetic tape, etc. is called external sort. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ അല്ലെങ്കിൽ പ്രൈമറി മെമ്മറിയിൽ വെച്ചാൽ നമുക്ക് ഡാറ്റ സോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി ആ ഒരു കപ്പാസിറ്റീസിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആ ഒരു ഡാറ്റ സെറ്റ് ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മെമ്മറിയിൽ മാത്രം ഒതുങ്ങുന്നതേ ഉള്ളൂ എങ്കിൽ നമുക്കതിൽ നിന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ആ ഒരു ഡാറ്റ സെറ്റിനെ സോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എൻ്റയർ ഡാറ്റ ആ ഒരു നമ്മുടെ പ്രൈമറി മെമ്മറിയിൽ, നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ തന്നെ നമുക്ക് വെച്ചിട്ട് നമുക്ക് സോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എങ്കിൽ അത്തരം സോർട്ടിങ്ങിനെയാണ് ഇൻറ്റേർണൽ സോർട്ട് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഒരു ലാർജ് സെറ്റ് ഓഫ് ഡാറ്റയുണ്ട്, ആ ലാർജ് സെറ്റ് ഓഫ് ഡാറ്റയെ ഒരുമിച്ച് നമ്മുടെ സിസ്റ്റത്തിൽ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് ഏതെങ്കിലും നമ്മൾ യൂസ് ചെയ്യും, അല്ലേ. ഒരു ഹാർഡ് ഡിസ്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ടൈപ്പ് ആയിക്കോട്ടെ, അങ്ങനെ ഡിഫറെൻറ്റ് മെമ്മറി ഡിവൈസസ് ഉണ്ട്. സെക്കൻഡറി മെമ്മറി ഡിവൈസ്, ഇതുപോലുള്ള കമ്പ്യൂട്ടേഴ്സിൻ്റെ എക്സ്റ്റേണൽ മെമ്മറി ഡിവൈസസിൽ വെച്ചുകൊണ്ട് നമ്മളൊരു ലാർജ് സെറ്റ് ഓഫ് ഡാറ്റയെ നമ്മൾ സോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം സോർട്ടിങ്ങിനെയാണ് ഒരു എക്സ്റ്റേണൽ സോർട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് അസെൻഡിങ് ഓർഡർ. An arrangement of data is called in ascending order or increasing order if it satisfies the less than or equal to relation between any two consecutive data. For example, 1, 2, 3, 4, 5, 6, etc. So here in ascending order means what? Ascending order means increasing order. So it must satisfy a condition less than or equal to. Here 2, 3 means 2 is less than or equal to 3. And 5, 6 means 5 is less than or equal to 6. Likewise, any two consecutive data should satisfy the condition less than or equal to. അപ്പോൾ ഇത്തരത്തിൽ ഏത് രണ്ട് കോൺസിക്യൂട്ടീവ് ഡാറ്റയും തമ്മിൽ ഒരു ലെസ് ദാൻ ഓർ ഈക്വൽ ടു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം അറേഞ്ച്മെൻറ്റിലുള്ള ഡാറ്റയാണ് നമ്മൾ അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. ഇനി ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഡിസെൻഡിങ് ഓർഡർ മീൻസ് an arrangement of data in descending order or decreasing order. So it satisfies the condition greater than or equal to between any two consecutive data. For example, 9, 8, 7, 6, etc. So here any two consecutive data satisfies the greater than or equal to relation, right? 9 is greater than or equal to 8, 5 is greater than or equal to 4, ലൈക്ക് ദാറ്റ്. അപ്പോൾ അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഓർഡറാണ്, ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്രീസിങ് ഓർഡറാണ്. അപ്പോൾ ഏതൊരു രണ്ട് കൺസിക്യൂട്ടീവ് ഡാറ്റയും തമ്മിൽ എന്ത് റിലേഷൻ ഫോം ചെയ്യും, അസെൻഡിങ് ഓർഡർ ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഡിസെൻഡിങ് ഓർഡർ ആണെങ്കിൽ greater than or equal to. Okay.
Then lexicographic order. If the data are in the form of characters or strings of characters and are arranged in the same order as in dictionary, then it is called lexicographic order. For example, ada, bat, cat, mat. Here each strings of characters is arranged in a lexicographic order. റൈറ്റ്, അതായത് ഒരു ഡിക്ഷണറിയിലുള്ള ആ സെയിം ഓർഡറിലാണ് നമ്മുടെ ഈ ഉള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സ്ട്രിങ് ഓഫ് ക്യാരക്ടേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ ലെക്സിക്കോഗ്രാഫിക് ഓർഡർ എന്ന് പറയുന്നത്. Okay, then collating sequence. This is an ordering for a set of characters that determines whether a character is in higher, lower or same order compared to another. For example, the alphanumeric characters are compared according to the ASCII code. Thus, if we compare a small a and a capital A, then capital A comes before a small a, because ASCII codes of small a and capital A are 96 and 65. So which one will come first? Definitely 65. So the order will be like this. So the capital A will come first and the small a will definitely come second. അല്ലേ? അതായത് നമ്മളുടെ ആസ്കിയിലുള്ള കോഡ്സിൽ ഇപ്പം ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് 65 ആണ്, സ്മോൾ എ എന്ന് പറയുന്നത് 96 ആണ്. അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും അതൊരു അസെൻഡിങ് ഓർഡറാണ് ആക്ച്വലി ഫോളോ ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടി പറ്റും, ആസ്കി കോഡിൻ്റെ ആ നമ്പേഴ്സിൻ്റെ. അപ്പോൾ അത്തരത്തിൽ വരുന്ന സമയത്ത് ക്യാപിറ്റൽ എയിൽ വരുന്നതായിരിക്കും ഫസ്റ്റ് വരിക. Okay, so if the characters in a base characters order is based on higher, lower and same order, then we can say it is a collating sequence. ഇപ്പം ഇതിൽ തന്നെ നമ്മൾ ക്യാപിറ്റൽ എ സ്മോൾ എ വരുമ്പോൾ അതാണ് ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതിൻ്റെ കേസിൽ നമുക്ക് ഒന്നുകൂടെ കാണാൻ വേണ്ടി പറ്റും ആമസോൺ 1, ആമസോൺ 2. അപ്പോൾ അതിലേതാണ് ഫസ്റ്റ് വരുന്നത്? ആമസോൺ 1 ആണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു ഓർഡറാണ് ഫോളോ ചെയ്യുന്നത് എങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? എ കൊളേറ്റിംഗ് സീക്വൻസ് എന്ന് പറയാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ഈസ് റാൻഡം ഓർഡർ. If the data is in a list do not follow any ordering mentioned above, then we say that the list is arranged in random order. So here A3617, it is not following any order that we mentioned before, so we can say it is in റാൻഡം ഓർഡർ. അല്ലേ? ഇതിലിപ്പോൾ ഏതൊരു പെർട്ടിക്കുലർ നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഓർഡറും ഇത് ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇതൊരു റാൻഡം ഓർഡർ ആണെന്ന് പറയാം. നെക്സ്റ്റ് വൺ ഈസ് സ്വാപ്പ്. A swap between two data storage implies the interchange of their contents, and swap is also alternatively interchange. And here we have an example. We have an array A, and a of 1 is equal to 11 and a of 5 is equal to 99. Suppose we want to swap the contents of a of 1 and a of 5, then after swap the result will be like a of 1 is equal to 99 and a of 5 is equal to 11. അപ്പോൾ എ ഓഫ് 1ലെയും എ ഓഫ് 5ലെയും എലമെൻറ്റ്സിനെ നമ്മൾ സ്വാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അതിലത്തെ കണ്ടൻസ് എന്ന് പറയുന്നത് എന്താണ്? എ ഓഫ് 1 എന്ന് പറയുന്നത് 11 ആണ്, എ ഓഫ് 5 എന്ന് പറയുന്നത് 99 ആണ്. അപ്പോൾ ഈ രണ്ട് എലമെൻറ്റ്സും തമ്മിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്വാപ്പ് ചെയ്യുന്നത്. അപ്പോൾ എ ഓഫ് 1 എന്ന് പറയുന്നത് 99 ആവും, എ ഓഫ് 5 എന്ന് പറയുന്നത് 11 ആവും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സ്റ്റേബിൾ സോർട്ട്. A list of unsorted data may contain two or more equal data. If a sorting method maintains the same relative position of the occurrences in the sorted list, then it is called stable sort. Here we have an example. Here we have an unsorted list 2, 5, 6, 4, 3, 2, 5, 1, 5. And after sorting we will get the result 1, 2, 2, 3, 4, 5, 5, 5, 6. Right, here it is an ascending order and we have sorted it in ascending order. So here we have 2, 2 and 3, 5, and the relative position of the first 2 is in first and second 2 is in second. So we can say it is in stable sort.
and if it does not follow the same relative position, then we can say it is as a stable sort. അതായത് ഒരു അൺസോർട്ടഡ് ലിസ്റ്റിൽ നിന്നും സോർട്ടഡ് ലിസ്റ്റിലേക്ക് വരുമ്പോൾ സെയിം ഡാറ്റ ഉണ്ടെങ്കിൽ അത് അതേ ഓർഡറിൽ തന്നെയാണ് ഒരു സോർട്ടഡ് ലിസ്റ്റിൽ വരുന്നത് എങ്കിൽ അതിനെ നമുക്ക് സ്റ്റേബിൾ സോർട്ട് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇവിടെ 2 ഉണ്ട്. അപ്പോൾ 2 ആദ്യത്തെ 2 തന്നെയാണ് സോർട്ടഡ് ലിസ്റ്റിൽ ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് എങ്കിൽ അതിനെയാണ് സ്റ്റേബിൾ സോർട്ട് എന്ന് പറയുന്നത്. ഇവിടെ 5 3 ടൈംസ് ഉണ്ട്. അപ്പം ഇതിൽ ആദ്യത്തെ 5 തന്നെയാണ് ആദ്യം വരുന്നത്, രണ്ടാമത്തെ 5 രണ്ടാമതും, മൂന്നാമത്തെ 5 മൂന്നാമതും. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് വരുന്നതെങ്കിൽ അതിന് സ്റ്റേബിൾ സോർട്ട് എന്ന് പറയും. അതല്ല എങ്കിൽ നമുക്ക് അസ്റ്റേബിൾ സോർട്ട് എന്ന് പറയാം. അതായത് ഫസ്റ്റ് വരുന്ന 2 എന്ന് പറയുന്നത് സോർട്ടഡ് ലിസ്റ്റിൽ സെക്കൻഡ് പൊസിഷനിലാണ് വരുന്നതെങ്കിൽ അതിനെ നമുക്ക് അസ്റ്റേബിൾ സോർട്ട് എന്ന് പറയാൻ വേണ്ടി പറ്റും. Then in place sort. Suppose a set of data to be sorted in an array A if a sorting method takes place within the array A only. That is, without using any other extra storage space, then it is called an in-place sorting method. It is a memory efficient method. ഓക്കെ, അതായത് ഇൻ പ്ലേസ് സോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സോർട്ട് ചെയ്യാനൊരു പെർട്ടിക്കുലർ ഡാറ്റ ഉണ്ട്. എ എന്ന് പറയുന്ന ഡാറ്റയിലെ എലമെൻസിനെയാണ് നമ്മൾ സോർട്ട് ചെയ്യേണ്ടത്. ആ ഒരു എ എന്ന അരയിലെ എലമെൻസിനെ സോർട്ട് ചെയ്യാൻ നമ്മൾ ആ ഒരു അര മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. എക്സ്ട്രാ സ്റ്റോറേജ് സ്പേസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല എങ്കിൽ, അതായത് ഇൻ പ്ലേസ് അതേ പ്ലേസിൽ വെച്ച് കൊണ്ട് തന്നെ നമ്മൾ സോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇൻ പ്ലേസ് സോർട്ടിംഗ് എന്ന് പറയാം. Suppose if we are using any other extra storage space, then we can say it is not in place sort. ഓക്കെ, അതായത് ഇപ്പോൾ 4 കസേരയുണ്ട്. ആ 4 കസേരയിലിരിക്കുന്ന 4 ആൾക്കാരെ നമുക്ക് സോർട്ട് ചെയ്യണം. അപ്പോൾ ആ സോർട്ട് ചെയ്യുന്ന അവിടെ തന്നെ ഇരുത്തിയിട്ടാണ് നമ്മൾ സോർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് ഇൻ പ്ലേസ് സോർട്ട് എന്ന് പറയാം. നേരെ മറിച്ച് നമ്മൾ എക്സ്ട്രാ 2-3 ചെയറും കൂടി എടുത്തിട്ട് അവിടത്തേക്ക് മാറ്റി ഇരുത്തിയിട്ട് ആണ് നമ്മൾ ഈ ചെയറിലിരിക്കുന്ന ആൾക്കാരെ പരസ്പരം സോർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയുക? നോട്ട് ഇൻ പ്ലേസ് സോർട്ട് എന്ന് പറയാം. ഓക്കെ, അതായത് ആ സെയിം സ്പേസിൽ തന്നെ വെച്ചുകൊണ്ട് നമ്മൾ സോർട്ട് ചെയ്യുമ്പോൾ ഇൻ പ്ലേസ് സോർട്ട് എന്ന് പറയും. അതിലെന്ത് ചെയ്യുന്നില്ല, നമ്മൾ എക്സ്ട്രാ സ്റ്റോറേജ് സ്പേസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഈസ് ഐറ്റം. എൻ ഐറ്റം ഈസ് വാട്ട്? An item is any data or element in the list that is to be sorted. An item may be integer or string of value. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ സോർട്ട് ചെയ്യാൻ ഡിഫറെൻറ്റ് വേർഡ്സ് സ്ട്രിങ് ഓഫ് ക്യാരക്ടേഴ്സ് കൊടുത്തു, നമ്പേഴ്സ് കൊടുത്തു. അപ്പോൾ ഈ ഓരോന്നും എന്താണ്? ഒരു ഐറ്റം ആണ് അല്ലേ? അതായത് ഒരു സോർട്ട് ചെയ്യാൻ എടുക്കുന്ന ലിസ്റ്റിലെ ഡാറ്റ ഏതാണോ അതാണ് ഐറ്റം എന്ന് പറയുന്നത്. Now let's see the sorting techniques. There are mainly 2 sorting techniques. First one is internal and second one is external. As I told you before, there are 2 types, internal sorting and external sorting. Internal sorting means it sorts the elements within the primary memory, and in external sorting we use an external memory to sort. So in internal sorting, it allows more flexible in structuring and accessing of data items. And in the case of external sorting, it involves large number of to and fro transfer between main memory and secondary memory. അതായത് internal sorting എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ആ കമ്പ്യൂട്ടറിനുള്ളിൽ തന്നെയുള്ള ഡാറ്റയാണ് നമ്മൾ സോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് പ്രൈമറി മെമ്മറിയിൽ നമ്മൾ ലോഡ് ചെയ്തിട്ട് അവിടുന്ന് സോർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇൻറ്റേർണൽ സ്റ്റോറേജിലുള്ള മെമ്മറിയിലുള്ള ഡാറ്റയെ മാത്രമാണ് നമ്മൾ സോർട്ട് ചെയ്യുന്നത്. നേരെ മറിച്ച് എക്സ്റ്റേണൽ സോർട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു എക്സ്റ്റേണൽ മെമ്മറി ഡിവൈസ് കൂടി നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി സ്റ്റോറേജ് കപ്പാസിറ്റിയേക്കാൾ കൂടുതലാണ് നമ്മുടെ ഡാറ്റയുടെ സ്റ്റോറേജ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു സെക്കൻഡറി സ്റ്റോറേജ് കൂടി യൂസ് ചെയ്യും. തീർച്ചയായിട്ടും ആ ഒരു ഡാറ്റയെ നമ്മളൊരു കമ്പ്യൂട്ടറിൽ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിനെ നമ്മൾ പ്രൈമറി മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിലൊരു ടു ആൻഡ് ഫ്രോ ട്രാൻസ്ഫർ തീർച്ചയായിട്ടും ഒരു മെയിൻ മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും തമ്മിലുണ്ടായിരിക്കും. അപ്പം ഇത്തരത്തിൽ ലാർജ് എമൗണ്ട് ഓഫ് ടു ആൻഡ് ഫ്രോ ട്രാൻസ്ഫേഴ്സ് നടക്കും ഏതിൽ? ഒരു എക്സ്റ്റേണൽ സോർട്ടിങ്ങിൻ്റെ കേസിൽ. നേരെ മറിച്ച് ഒരു ഇൻറ്റേർണൽ സോർട്ടിംഗ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഡാറ്റ ആക്സസ് ചെയ്യാനാണ് വളരെ ഈസി ആയിരിക്കും, വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും. ഓക്കെ,
So we can classify this sorting into two, internal and external sorting. Internal sorting we can subdivide into sorting by comparison and sorting by distribution. Again, this sorting by comparison is classified into four: insertion, selection, exchange and enumeration. So the comparison based sorting means the elements of an array are compared with each other to find out the sorted array. ഓക്കെ, അതായത് നമ്മൾ സോർട്ട് ചെയ്യുന്ന സമയത്ത് അതിലെ എലമെൻസിനെ പരസ്പരം കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മളതിനെ സോർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? സോർട്ടിങ് ബൈ കമ്പാരിസൺ എന്ന് പറയാം. ഓക്കെ, ഇഫ് വി ആർ കമ്പയറിങ് ദ എലമെൻറ്റ്സ് വിത്തിൻ ദ array, then we can say comparison based sorting. For example, bubble sort, insertion sort, selection sort, merge sort, heap sort and quick sort. In all these type of sorting we use a comparison method in order to sort the elements. Okay, and each one we can say the insertion is sorting by insertion, selection sort means sorting by selection, merge sort means sorting by merge. In this way we can again classify this sorting techniques. And next one is non-comparison based sorting. In non-comparison based sorting, the elements of array are not compared with each other to find out the sorted array. For example, radix sort, count sort and bucket sort. So these are the examples for non-comparison based sorting. അപ്പോൾ ഒരു നോൺ കമ്പാരിസൺ ബേസ്ഡ് സോർട്ടിംഗ് എന്ന് പറയുമ്പോൾ അതിലുള്ള എലമെൻറ്റ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? പരസ്പരം കമ്പയർ ചെയ്യുന്നില്ല. കമ്പയർ ചെയ്യാതെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിലെ എലമെൻറ്റ്സിനെ സോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്തരം സോർട്ടിങ്ങിനെയാണ് നോൺ കമ്പാരിസൺ ബേസ്ഡ് സോർട്ടിംഗ് എന്ന് പറയുന്നത്. റാഡിക്സ് സോർട്ട് ആയാലും കൗണ്ട് സോർട്ട് ആയാലും ബക്കറ്റ് സോർട്ട് ആയാലും അതിലൊക്കെ എലമെൻറ്റ്സിനെ സോർട്ട് ചെയ്യുന്നത് കമ്പാരിസൺ വച്ചല്ല. നേരെ മറിച്ച് സെലക്ഷൻ സോർട്ട് ആയിക്കോട്ടെ, ബബിൾ സോർട്ട് ആയിക്കോട്ടെ, സെലക്ഷൻ സോർട്ട് ആയിക്കോട്ടെ, അത്തരത്തിലുള്ള സോർട്ടിങ്ങിലെല്ലാം നമ്മളതിലെ എലമെൻറ്റ്സിന് പരസ്പരം കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം? എ കമ്പാരിസൺ ബേസ്ഡ് സോർട്ടിംഗ് എന്ന് പറയാം. ഓക്കെ, ദീസ് ആർ ഓൾ അബൌട്ട് sorting. Thank you.